ഹായ് ഫ്രണ്ട്സ്, ഒരു 5 മിനിറ്റ് എനിക്ക് തരി. ക്രാസി ഹാക്കേഴ്സ് എന്ന പുതിയ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഉപകാരപ്രദമായ അറിവുകൾ ചെറിയ ചെറിയ വീഡിയോകളാക്കി എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും 6:30 മണിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായും ഇതിലൂടെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കി. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ്, നിങ്ങൾ അടുത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ 10 രൂപ കൊണ്ടൊരു വാട്ടർ ഹീറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വാട്ടർ ഹീറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലെ 2 തകര ഷീറ്റിൻ്റെ 2 പീസാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സാൻഡ് പേപ്പർ കൊണ്ട് വരുത്തിയാലും മതി. നമ്മളിതിൽ രണ്ട് തുള തുളച്ചെടുക്കണം, ചെറിയ 2 ഹോളുകൾ. ഇതുപോലത്തെ ഡ്രിൽ ബിറ്റ് വേണമെന്നൊന്നുമില്ല, തുളക്കത്തേപോലത്തെ ഇതുണ്ടായാൽ മതി. നമ്മൾ തകര ഷീറ്റിനൊക്കെ ഇടുന്ന ഡ്രിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിസറൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കുക. ചുരുങ്ങിയത് 1.5 എങ്കിലും വയർ ഉപയോഗിക്കുക. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് വയറിൻ്റെ ഗേജ് കൂട്ടാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ വയർ 2 പാർട്ടായിട്ട് അതിലൊരു പാർട്ട് ആ ഹോളിലൂടെ ഇട്ട് നന്നായിട്ട് ടൈറ്റാക്കി ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഒരു കട്ടിംഗ് പ്ലയർ എടുത്തുകൊണ്ട് അതിനെ നന്നായി ടൈറ്റ് ചെയ്യുക. എക്സ്ട്രാ വരുന്ന ഭാഗം കട്ടറെടുത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഈ ഏറെ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. വേണ്ട, രണ്ട് പീസ് നമ്മൾ കണക്ട് ചെയ്തെടുത്തു. അടുത്തതായി നമുക്ക് വേണ്ട ഒരു പൈപ്പിൻ്റെ പീസാണ്. അതേമാതിരി PVC പൈപ്പിൻ്റെ പീസ്. ഇരുമ്പിൻ്റെ പൈപ്പ് പറ്റില്ല, PVC പൈപ്പ് അതേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ചെറിയൊരു പീസായി വന്ന് കട്ട് ചെയ്തെടുക്കുക. പൈപ്പിൽ വന്ന് നമ്മൾ ടൈമിലും കട്ട് ചെയ്യാനുള്ള സ്ഥലം ആദ്യം മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ അല്ല കോട്ടൺ തുണിയാണ്. ഇത് മുറിയിലൊക്കെ കിട്ടുന്ന തുണിയാണ്. എന്തായാലും നൂല എന്തായാലും മതി. കറണ്ട് പാസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ഇതുപോലെ അന്നേരം എന്ത് ചെയ്യുക, ചുരുട്ടിയെടുക്കാൻ പറ്റിയ നല്ലതാണ്. രണ്ട് മടക്കാക്കി മാറ്റിയിട്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് നന്നായി കെട്ടി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കെട്ടുക. ഇത് വേറെ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ നമ്മളെ വാട്ടർ ഹീറ്റർ റെഡിയായി. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആരും ഇതിൽ കൈയിട്ട് നോക്കരുത്, ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ചെയ്യാവുന്ന ഒരു വാട്ടർ ഹീറ്ററാണ്. പിന്നെ ചെറിയ കുട്ടികളൊന്നും അനുകരിക്കരുത്, വലിയ സാന്നിധ്യം ഇല്ലാതെ ആരും ചെയ്ത് നോക്കരുത്. നമുക്ക് ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 മിനിറ്റ് 41 ഡിഗ്രി ആയിട്ടുണ്ട്. മൂന്നര മിനിറ്റ് കൊണ്ട് 85 ഡിഗ്രി ആയിട്ടുണ്ട്. 4.5 മിനിറ്റ് കൊണ്ട് ശരിക്ക് വെള്ളം തിളച്ചു മറിഞ്ഞു. ഒരു ലിറ്റർ വെള്ളം തിളക്കാൻ നമുക്ക് 4.5 മിനിറ്റായി. ഞാൻ എടുത്തിരുന്നത് 1 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതിയുള്ള തകര ഷീറ്റായിരുന്നു. നമുക്ക് ഇതിലേറെ സ്പീഡിൽ വെള്ളം ചൂടാകണമെങ്കിൽ തകര ഷീറ്റിൻ്റെ വലിപ്പം നമ്മൾ ഇഷ്ടത്തിന് വലുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഐഡിയയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ് ഹിന്ദ്.